അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച, അതായത് ഇന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് അക്കൗണ്ട് 6 സ്ത്രീകൾക്ക് കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് വനിതാ ദിനത്തിൽ പോസ്റ്റ് ചെയ്ത സ്ത്രീകളിൽ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലി, ശാസ്ത്രജ്ഞരായ എലിന മിശ്ര, ശില്പി സോണി, ഫ്രോണ്ടിയർ മാർക്കറ്റ് സ്ഥാപക അജയ് ദാഷ, ബീഹാറിന്റെ മഷ്റൂം ലേഡി എന്നറിയപ്പെടുന്ന അനിത ദേവി, പ്രമുഖ ആക്സസിബിലിറ്റി അഭിഭാഷകയായ ഡോക്ടർ അഞ്ജലി അഗർവാൾ എന്നിവർ ഉൾപ്പെടുന്നു. മറ്റ് സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്നതിനും അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് അവരെ പ്രേരിപ്പിക്കുന്നതിനുമായി അവർ ഓരോരുത്തരും അവരുടെ പ്രചോദനാത്മകമായ കഥകൾ പങ്കിടുകയും ചെയ്തു. 2001 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജനിച്ച വൈശാലി പ്രശസ്തയായ ചെസ് താരമാണ്. വനിതാ ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്നതിനായി 2023 ഫിഡെ ഗ്രാൻഡ് സ്വിസ് കരസ്ഥമാക്കി. ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ മൂത്ത സഹോദരിയാണ്. ബീഹാറിലെ നളന്ദ ജില്ലയിലെ അനന്തപുർ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കർഷക സംരംഭകയാണ് അനിതാ ദേവി. ബീഹാർ സർക്കാരിന്റെ ജീവിക പദ്ധതിയിലും ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിലും പരിശീലനം നേടിയ ശേഷമാണ് അവർ കൂൺ കൃഷി ആരംഭിച്ചത്. അജയ് ദാഷ ഫ്രോണ്ടിയർ മാർക്കറ്റ്സിന്റെ സ്ഥാപകയും സിഇഒയുമാണ്. ഒരു സോഷ്യൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എല്ലാ സ്ത്രീകൾക്കും ഗ്രാമീണ കുടുംബങ്ങൾക്ക് ആവശ്യമായ അവസാന മൈൽ കണക്ഷനുകൾ നൽകുന്നതിനായി പ്രവർത്തിക്കുന്നു. ഡോക്ടർ അഞ്ജലി അഗർവാൾ സാർവത്രിക പ്രവേശനക്ഷമതാ കേന്ദ്രത്തിന്റെ സഹസ്ഥാപകയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി പ്രവർത്തിക്കുന്നു. അസിസ്റ്റഡ് വീൽചെയർ ഉപയോക്താവാണ്. കൂടാതെ 18 വയസ്സ് മുതൽ ലിസ്ഗേർഡിൽ മസ്കുലർ ഡിസ്ട്രോഫിയുമായി ജീവിക്കുന്നു. അവരുടെ വെബ്സൈറ്റ് അനുസരിച്ച് അവർ ഒരു ദേശീയ അവാർഡ് ജേതാവും സാർവത്രിക പ്രവേശനക്ഷമതയും സുസ്ഥിര മൊബിലിറ്റി സ്പെഷ്യലിസ്റ്റുമാണ്. ഭുവനേശ്വറിൽ നിന്നുള്ള എലിന മിശ്ര നേരത്തെ മുംബൈ ആസ്ഥാനമുള്ള ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യാൻ ചേർന്നിരുന്നു. അച്ഛനിൽ നിന്നാണ് അവർ ശാസ്ത്രത്തോടുള്ള താല്പര്യം വളർത്തിയിരുന്നത്. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായ നേട്ടങ്ങൾ കൊയ്ത 6 വനിതകൾ. പ്രവർത്തനത്തിലൂടെ വൈദ്യുത കാന്തികത, ആക്സലേറ്റർ ഫിസിക്സ്, ന്യൂക്ലിയർ ടെക്നോളജി എന്നിവയിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇവർ. പ്രോട്ടോൺ ആക്സലറേറ്റർ സാങ്കേതിക വിദ്യയുടെ പ്രധാന വികസനവും വിദൂര ആരോഗ്യ സംരക്ഷണത്തിനുള്ള മെഡിക്കൽ ആപ്ലിക്കേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. ശില്പി സോണി മധ്യപ്രദേശിലെ സാഗർ സ്വദേശിയാണ്. 24 വർഷമായി അവർ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ഭാഗമാണ്. വർഷങ്ങളായി 35-ലധികം ആശയവിനിമയ നാവിഗേഷൻ ദൗത്യങ്ങളിൽ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്ന സമയം, ആ സമയത്ത് പ്രചാരണങ്ങൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ച ചടങ്ങ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ആ ചടങ്ങ് പോലും BJPയുടെ നാരീശക്തി ഉറപ്പാക്കുന്നതായിരുന്നു. തൃശ്ശൂരിൽ നടന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ എത്ര പ്രമുഖ വനിതകളാണ് പങ്കെടുത്തിരുന്നത്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ സ്ത്രീ പ്രാതിനിധ്യം തന്നെയാണ് BJP എപ്പോഴും ഉറപ്പിക്കാറുള്ളത്. പാർലമെന്റിൽ വനിതാ ബിൽ പാസാക്കാൻ കഴിഞ്ഞ NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സ്ത്രീ പ്രാതിനിധ്യവും വലിയ നേട്ടം തന്നെ ഉണ്ടാക്കി എന്നതാണ് നമ്മുടെ ഒരു എടുത്തു കാണിക്കേണ്ട. സ്ത്രീ ശാക്തീകരണത്തിന് എത്രത്തോളം ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവ്. സ്ത്രീ ശാക്തീകരണം എന്നത് വെറും ഒരു വാക്കല്ല. സ്ത്രീ പുരുഷ സമത്വത്തിനും ലിംഗനീതിക്കും വേണ്ടി ആഗോളതലത്തിൽ വനിതകൾ സംഘടിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മാതൃകയെ ഭാരതം ഇന്നും തല ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നിരവധി വനിതകളെ കുറിച്ച് സുഷമ സ്വരാജ്, ഷീലാ ദീക്ഷിത്, ഇവർക്കൊക്കെ ശേഷം ദില്ലി ഭരിക്കുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. നാരീശക്തി വന്ദൻ എന്ന് പറയുന്നത് ഒരിക്കലും BJP വെറുതെ പറയുന്ന ഒരു വാക്കല്ല. അത് തന്നെയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളിലും എടുക്കുന്നത്. ഇങ്ങനൊരു വനിതാ ദിനം വരുമ്പോൾ ആ വനിതാ ദിനത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യാൻ വനിതകൾ തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തതിലൂടെ തന്നെ എല്ലാ സ്ത്രീകൾക്കും അതൊരു പ്രചോദനമാണ്. എത്രമാത്രം സ്ത്രീകൾക്ക് ശക്തിയുണ്ട് എന്ന് ഭാരതത്തിന്റെ നേതാവ് സ്ത്രീകളോട് പറയുകയാണ്. അവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നത് ഈ ഭാരതത്തിലെ ഓരോ സ്ത്രീക്കും അത്രയധികം ഊർജം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് വനിതാ ശാക്തീകരണം എന്നറിയാൻ നമ്മൾ മോദി സർക്കാരിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. സ്ത്രീ സുരക്ഷ എന്ന വെറും തള്ളൽ കട്ടകൾ കൊണ്ട് തുല്യനീതി എന്ന ഒരു പണിക്കാരനെ മുന്നിൽ നിർത്തി കോടികൾ മുടക്കി വനിതാ മതിൽ കെട്ടുന്നവരെയാണ് കേരളത്തിന് കണ്ടുപരിചയം. പക്ഷേ സ്ത്രീ ശക്തിയെ എങ്ങനെ ജനാധിപത്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയായി അവതരിപ്പിക്കാമെന്നാണ് ഇതുവരെ നരേന്ദ്രമോദി സർക്കാർ ചിന്തിച്ചിട്ടുള്ളത്. അതാണ് യഥാർത്ഥ വനിതാ ശാക്തീകരണം. ഇപ്പോൾ സാധാരണക്കാരായ സ്ത്രീകളെ, ഒരു കർഷകയായ സ്ത്രീയെ മുതൽ ശാസ്ത്രജ്ഞയായ സ്ത്രീയെ വരെ തന്റെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദി അവരെ നിയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സ്ത്രീകൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ശബരിമലയിലെ കലാപങ്ങൾ നടക്കുന്ന സമയത്ത്
ഇരുമുടിക്കെട്ടിൽ ആർത്തവ പാഡുമായി സ്ത്രീകളെ മല കയറ്റിയ ഒരു പാരമ്പര്യമാണ് പലപ്പോഴും നമ്മൾ കണ്ട പല സർക്കാരുകൾക്കുമുള്ളത്. ഈ ആർത്തവ പാഡും അതുപോലെയുള്ള ഒരു കലാപമുണ്ടാക്കാനുള്ള സ്ത്രീകളുടെ ഊർജം ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ചില സർക്കാരുകളുടെയെങ്കിലും സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനം. പക്ഷെ അതൊന്നുമല്ല നവോത്ഥാനം. സ്ത്രീകളെ എത്രത്തോളം മുന്നണിയിലേക്ക് കൊണ്ടുവരാം, മുൻനിരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവും. സ്ത്രീകൾക്കായി ഒരുപാട് പൈസ മുടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അവർക്ക് വേണ്ടി യാതൊരു കാര്യവും സംസ്ഥാന സർക്കാർ ചെയ്യാറില്ല എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള നീക്കം ഭാരതത്തിലെ ഓരോ സ്ത്രീക്കും പ്രചോദനമാണ്. അവരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ എക്കാലവും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം തന്നെയാണ് നരേന്ദ്രമോദി ഓരോ സ്പെഷ്യൽ ഡേയിലും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങളിലും സ്ത്രീകളെ തൻ്റെ ഭരണത്തോട്, തൻ്റെ സർക്കാരിനോട് ചേർത്ത് നിർത്തുന്ന വ്യത്യസ്തങ്ങളായ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ. ചരിത്രത്തിൽ പോലും ഉണ്ടാകില്ല സ്ത്രീകളെ, ഒരു രാജ്യത്തിലെ സ്ത്രീകളെ ഇത്രയധികം മുന്നണിയിലേക്ക് നിർത്തിയ ഒരു ഭരണാധികാരി. അതുകൊണ്ട് തന്നെ ഈ വനിതാ ദിനത്തിൽ ഭാരതത്തിലെ ഓരോ സ്ത്രീകളും വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു വാചകമുണ്ട്: ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ നാട്ടിലെ ഓരോ സ്ത്രീക്കും വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരു നല്ല നേതാവാണ്. ഞങ്ങൾക്ക് വേണ്ട ആദരവും അംഗീകാരവും അദ്ദേഹം ഓരോ അവസരങ്ങളിലും ഞങ്ങൾക്ക് നൽകാൻ, ഞങ്ങളിലേക്ക് എത്താൻ അതീവ ശ്രദ്ധാലുവാണ് എന്നുള്ള കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.